അമിത വേഗം വില്ലനാകുന്നു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ 2 മാസത്തിനിടെ നഷ്ടമായത് 5 ജീവനുകൾ. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുമ്പോൾ ട്രാഫിക് നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും കുറ്റമറ്റതാക്കണമെന്ന ആവശ്യം ശക്തമാണ്. തൃശൂർ കടവല്ലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 2 വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ സിഗ്നൽ ലൈറ്റുകൾ ഇന്നും പുനഃസ്ഥാപിക്കാത്തതാണ് പ്രധാന പരാതികളിലൊന്ന്. റോഡ് നവീകരണം പൂർത്തിയായിട്ടും സീബ്ര ക്രോസിംഗ് മുന്നറിയിപ്പ് ബോർഡുകൾ, വേഗ നിയന്ത്രണ സംവിധാനങ്ങൾ, നിരീക്ഷണ ക്യാമറകൾ, രാത്രികാല സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ഒരുക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ജൂൺ അവസാനത്തോടെ അക്കിക്കാവിൽ ലോറിയിടിച്ച് 24-കാരനായ ഇരുചക്ര വാഹന യാത്രികൻ മരിച്ചു. പിന്നാലെ ജൂലൈ ആദ്യം കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചുകയറി. ബസ് ഡ്രൈവർ എറണാകുളം കുമ്പളങ്ങി സ്വദേശി മരണപ്പെടുകയും യാത്രക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജൂലൈ 15-ന് കൊരട്ടിക്കര പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്കും ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച അപകടത്തിൽ കല്ലുംപുറം സ്വദേശിയായ 37-കാരൻ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. ഈ അപകടങ്ങളുടെ വേദന മാറും മുമ്പാണ് വ്യാഴാഴ്ച പാറയമ്പാടത്ത് അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും ഇടിച്ചു തകർത്തത്. അപകടത്തിൽ 2 സ്ത്രീകൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 10 ദിവസം മുമ്പാണ് കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞ് 31 വയസ്സുള്ള യുവാവ് മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇതിനു പുറമെ സംസ്ഥാന പാതയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ പതിവായി സംഭവിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കേച്ചേരി, ചൂണ്ടൽ, അക്കിക്കാവ് കോളേജ്, പെരുമ്പിലാവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സിഗ്നൽ ലൈറ്റുകൾ മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. സംസ്ഥാന പാതയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിലൊന്നാണിത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ വഴിമധ്യേ ഉണ്ടാകുന്ന സമയനഷ്ടം നികത്താൻ അമിത വേഗത്തിൽ സഞ്ചരിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി യാത്രക്കാരും നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നു. ചില വാഹനങ്ങളിലെ സ്പീഡ് ഗവർണറുകളുടെ അപാകതയും അമിത വേഗത്തിന് വഴിയൊരുക്കുന്നുവെന്ന ആരോപണമുണ്ട്. തുടർച്ചയായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സംസ്ഥാന പാതയിൽ അമിത വേഗം നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും കർശന പരിശോധനകൾ ശക്തമാക്കണമെന്നും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നുമാണ് ആവശ്യം.